ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിട ജനഹൃദയനെ അവസാനമായൊരു നോക്ക് കാണാൻ പതിനായിരങ്ങൾ. ഔദ്യോഗിക ബഹുമതികൾ ഒന്നുമില്ലാതെ മടക്കം. ഇനി കുഞ്ഞുഞ്ഞ് ജനഹൃദയങ്ങളിൽ ജീവിക്കും. ഉമ്മൻചാണ്ടിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച് നടൻ വിനായകൻ. അസഭ്യവാക്കുകളോടെ ലൈവിൽ താരത്തിന്റെ പ്രകടനം. ആഞ്ഞടിച്ച് കേരള ജനത. ആറളത്ത് പൂത്തുലഞ്ഞ് ചെണ്ടുമല്ലിപ്പാടം. ഇത് തൊഴിലുറപ്പിന്റെ വിജയഗാഥ. ഓണത്തിന് കേരളക്കരയ്ക്ക് സ്വന്തം പൂക്കളം. വാർത്തകൾ വിശദമായി. ജനനായകൻ വിടവാങ്ങി. ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങൾ തടിച്ചുകൂടി. സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പുതുപ്പള്ളിയിലെ സംസ്കാര ചടങ്ങുകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡിസിസിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. അക്ഷരനഗരിയിൽ നിന്നും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്കുള്ള അവസാന യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ കാണാൻ പുതുപ്പള്ളി കാത്തിരിക്കുകയായിരുന്നു. പൊരിവെയിലെത്തും അണമുറിയാത്ത ജനപ്രവാഹമാണ് കോട്ടയം തിരുനക്കര മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. മുദ്രാവാക്യം വിളികളുമായി പതിനായിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൌസിൽ നിന്നും ആരംഭിച്ച് 28 മണിക്കൂർ പിന്നിട്ടാണ് യാത്ര തിരുനക്കരയിലെത്തിയത്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് തുടങ്ങിയ സിനിമാ താരങ്ങളും മന്ത്രിമാർ, രാഷ്ട്രീയ രംഗത്തെ മറ്റു പ്രമുഖരടക്കം പതിനായിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ കടലായി അക്ഷരനഗരി മാറിയിരുന്നു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി കൊച്ചിയിലെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നേരെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് വരികയായിരുന്നു. സംസ്കാര ചടങ്ങിൽ കർദിനാൾ മാർ ആലഞ്ചേരിയും പങ്കെടുത്തു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബ വീട്ടിലും നിർമ്മാണത്തിലുള്ള വീട്ടിലും പൊതുദർശനത്തിനു വെച്ചു. തിരുവനന്തപുരം ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൌസിൽ നിന്നും ഇന്നലെ രാവിലെ 7:15 ആരംഭിച്ച വിലാപയാത്ര 22.5 മണിക്കൂറോളം എടുത്താണ് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും കത്തിച്ച മെഴുകുതിരിയുമായി വഴിയോരത്ത് ആയിരങ്ങളാണ് ജനനേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ കാത്തുനിന്നത്. അർദ്ധരാത്രിയിലും പുലർച്ചെയും ആൾക്കൂട്ടത്തിന് യാതൊരു കുറവും വന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് 3 മണിയോടെ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ച യാത്ര രാത്രി 8:30യോടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തേക്ക് കടന്നത്. വിലാപയാത്ര തിരുവനന്തപുരം നഗരത്തിന് പുറത്തു കടക്കാൻ മണിക്കൂറുകളെടുത്തു. 3:20 കൊല്ലം ജില്ലയിൽ കടന്നപ്പോൾ നിറമേലിൽ വൻ ജനക്കൂട്ടം വരവേറ്റു. കൊട്ടാരക്കരയിൽ ചൊവ്വാഴ്ച മുതൽ സർവമത പ്രാർത്ഥനയുമായി കാത്തിരുന്നു നാട്ടുകാർ. വിലാപയാത്ര എത്തിയപ്പോൾ വാഹനം പൊതിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ കടന്നത് രാത്രി 9:00ഓടെ. 11:30 അടൂരിലും പുലർച്ചെ 2 മണിയോടെ പന്തളത്തുമെത്തിയപ്പോൾ വാഹനങ്ങൾക്ക് നീങ്ങാൻ കഴിയാത്ത വിധം ആൾക്കൂട്ടം. 3 മണിയോടെ ചെങ്ങന്നൂരിലെത്തുമ്പോൾ ഉമ്മൻചാണ്ടിയെ അവസാനമായൊന്ന് കാണാൻ ആളുകൾ തിരക്കുകൂട്ടി. തിരുവല്ലയിൽ വെച്ച് വീണ്ടും പത്തനംതിട്ട ജില്ലയുടെ അന്ത്യാഞ്ജലി. കോട്ടയം ജില്ലയിലേക്ക് കടന്നപ്പോൾ ജനസമുദ്രം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച് നടൻ വിനായകൻ. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് താരം സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചത്. വിനായകനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വിനായകൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറകൾ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ, ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്താലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെയെന്ന്. അപ്പൊ നിർത്ത്. ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളൂ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാണോ 3 ദിവസമൊക്കെ നിർത്തിയിട്ട് പത്രക്കാരോടാണ് പറയുന്നത്? ഉമ്മൻചാണ്ടി ചത്തു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന്? വിനായകൻ ലൈവിൽ ചോദിക്കുകയാണ്.
വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ താരം പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ അതിനകം വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടു. വ്യാപക പ്രതിഷേധമാണ് വിനായകനെതിരെ ഉയരുന്നത്. താരത്തിന്റെ ഫേസ്ബുക്കിലെ മറ്റ് പോസ്റ്റുകൾക്ക് താഴെ രൂക്ഷമായ കമന്റുകൾ നിറയുന്നുണ്ട്. താരം പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. അതേസമയം സമാനതകളില്ലാത്ത അന്ത്യയാത്രയാണ് രാഷ്ട്രീയ കേരളം ഉമ്മൻചാണ്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു നേതാവ് ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് കണ്ണീരണിഞ്ഞ് പലവിധ രീതിയിൽ ജീവിതത്തെ സ്പർശിച്ച കഥകൾ പങ്കുവച്ച് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനം തെരുവിൽ കാത്തു നിൽക്കുകയാണ്. ബൈക്ക് മോഷണ കേസിലെ റിമാൻഡ് പ്രതി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബാലുശ്ശേരി സ്വദേശി പവിജിത്താണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചത്. ടൗൺ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. മേലെചൊവ്വയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ബാലുശ്ശേരി സ്വദേശി തയ്യിൽ ഹൌസിൽ പിവിജിത്താണ് അകമ്പടി പോയ പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പിവിജിത്തിനെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിട ജനഹൃദയനെ അവസാനമായൊരു നോക്ക് കാണാൻ പതിനായിരങ്ങൾ. ഔദ്യോഗിക ബഹുമതികൾ ഒന്നുമില്ലാതെ മടക്കം. ഇനി കുഞ്ഞുഞ്ഞ് ജനഹൃദയങ്ങളിൽ ജീവിക്കും. ഉമ്മൻചാണ്ടിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച് നടൻ വിനായകൻ. അസഭ്യവാക്കുകളോടെ ലൈവിൽ താരത്തിന്റെ പ്രകടനം. ആഞ്ഞടിച്ച് കേരള ജനത. ആറളത്ത് പൂത്തുലഞ്ഞ് ചെണ്ടുമല്ലിപ്പാടം. ഇത് തൊഴിലുറപ്പിന്റെ വിജയഗാഥ. ഓണത്തിന് കേരളക്കരയ്ക്ക് സ്വന്തം പൂക്കളം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്.
13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ യൂത്ത് വിംഗ്, എന്റർപ്രൈസസ് ഫോറം, കാഷ് 22 എന്ന ക്വിസിംഗ് സംഘടനയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 22 ശനിയാഴ്ച ചേംബർ ഹാളിലാണ് മത്സരം നടക്കുക. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ജൂലൈ 22 ശനിയാഴ്ച ചേംബർ ഹാളിലാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ജനറൽ ക്വിസ്, സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് വിഭാഗത്തിലാണ് മത്സരം. ആദ്യം 3 സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകും. മത്സരാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേംബർ ഓഫ് കോമേഴ്സിന്റെ തന്നെ യൂത്ത് വിംഗ് ആയ യങ് ഓൺടർപ്രണേഴ്സ് ഫോറം അതിലൊട്ടും പിന്നിലല്ലാതെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടനയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ വീണ്ടും ഒരു രാവിലെയുള്ള ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനൊരു നല്ലൊരു വാർത്താ പ്രാധാന്യം കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം വിജയകരമാവുകയുള്ളൂ. കാച്ച് 22 എന്ന ഒരു സംഘടന ക്വിസിംഗ് സംഘ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജൂലൈ 22 ശനിയാഴ്ച ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ചാണ് നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളിലേക്ക് ഇത് എത്തണമെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്താനും സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ താൽപര്യവും ജിജ്ഞാസയും ഉണർത്താനുമാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സി അനിൽകുമാർ, ഓണററി സെക്രട്ടറി NMCC ചെയർമാൻ നിർമ്മൽ നാരായണൻ, കൺവീനർ ഫിറാസ് ഹുസൈൻ, മീനാക്ഷി പ്രദീപ്, ലിൻഡ മേരീസ് കറിയ തുടങ്ങിയവർ പങ്കെടുക്കും. ആറളം ഫാമിൽ 13ാം ബ്ലോക്കിലെ ചെണ്ടുമല്ലി കൃഷി നയനാനന്ദകരമാകുന്നു. ഓണം വിപണി ലക്ഷ്യമിട്ടാണ് ആറളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം പൂക്കൾക്ക് രോഗങ്ങൾ വരുന്നുണ്ടെങ്കിലും കൂട്ടായ്മയുടെ വിജയഗാഥയാവുകയാണ് ഈ പൂന്തോട്ടം. സംയോജിത പട്ടികവർഗ വികസന വകുപ്പ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആറളം ഫാം 13ാം ബ്ലോക്കിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. 250-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രമഫലമായാണ് ഈ കൃഷി നടത്തിവരുന്നത്. 2 മാസത്തിലധികമായി ഇവർ ഈ ചെടികളെ പരിപാലിക്കുന്നുണ്ട്. 2-2.5 മാസത്തോളമായി നമ്മൾ ഇതിന് പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് 13ാം ബ്ലോക്ക്. നമ്മൾ 5 ഏക്കർ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണവിപണിയിലേക്കായിട്ട് ഒരു 40 ഏക്കർ വേറെയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് മഴ കൂടുതലുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുറേശ്ശൊക്കെ പോകുന്നുണ്ട്. 40 ഏക്കർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓണവിപണിയിലേക്ക് 250 ആളോളം നമ്മൾ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളാണ്. 5 ഏക്കറിലാണ് ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. കണ്ണൂരിലെ ലോക്കൽ മാർക്കറ്റുകളിലേക്കാണ് ഈ പൂക്കൾ കൊണ്ടുപോകുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് 40 ഏക്കറിൽ ഇവർ ചെണ്ടുമല്ലി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയും ചെറിയ പുഴുക്കളും പൂവിപണിയെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അശ്രാന്ത പരിശ്രമം കാരണം ഇത്തവണ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ കേരളക്കര വിരിയിച്ച പൂക്കൾ നിറയുമെന്ന് വിശ്വസിക്കാം. കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ 250ഓളം തൊഴിലാളികൾ, അതായത് തൊഴിലുറപ്പിൻ്റെ ഭാഗമായി കൃഷി ചെയ്ത ചെണ്ടുമല്ലിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ കുറേ ഭാഗം നമ്മളെ കാലവർഷക്കെടുതിയിൽ കുറേ ഭാഗം നശിച്ചു പോയെങ്കിലും ഇപ്പോഴും വളരെ ഫലഭൂയിഷ്ടമായി ഇവിടെ നമുക്ക് ഈ ചെണ്ടുമല്ലിക കാണാൻ സാധിക്കും. ഇതിൽ ഭൂരിഭാഗവും ഇവിടുന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂരിലെ പൂക്കടകളിലേക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ ബാബുരാജിനൊപ്പം സജേഷ് ചിറക്കൽ. ചൊവ്വ ഗവൺമെന്റ് LP സ്കൂൾ ശുചിത്വ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ S ഷഹീദ ഉദ്ഘാടനം ചെയ്തു. എളയാവൂർ PHC ഹെൽത്ത് ഇൻസ്പെക്ടർ MK രാജു ക്ലാസ് എടുത്തു. മഴക്കാല രോഗങ്ങളെയും മറ്റ് പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്നതിനുള്ള മുൻകരുതലുകളെ പറ്റി ക്ലാസ്സിൽ വ്യക്തമാക്കി. പെട്ടെന്ന് പ്രഷർ കുറയുമ്പോൾ ഷോക്കാകും. അത് 100 പേർക്ക് ഒരാൾക്ക് തന്നെ സംഭവിക്കാം. വളരെ കുറച്ചാൾ സംഭവം. പക്ഷെ അതും പ്രയാസം ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഒരു
ചെറുപ്പക്കാരുടെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസം ഉണ്ടാകും. സ്കൂൾ പ്രധാന അധ്യാപിക KP ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് TC മഷൂദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTA സ്കൂൾ വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റെയിൽവേ ട്രാക്കിലേക്ക് ഇടിച്ചു കയറി. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഇന്നലെ രാത്രി സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഗേറ്റിലായിരുന്നു സംഭവം. തയ്യലിൽ നിന്നും അഞ്ചരക്കണ്ടി ഭാഗത്തേക്ക് പോകുന്ന കാറാണ് ട്രാക്കിലൂടെ മുന്നോട്ട് നീങ്ങിയത്. നാട്ടുകാരെത്തിയാണ് കാറ് ട്രാക്കിൽ നിന്നും മാറ്റിയത്. മിനിറ്റുകൾക്കകം തന്നെ രാജധാനി എക്സ്പ്രസ് ഇതുവഴി കടന്നുപോയി. നിയന്ത്രണം വിട്ട കാർ റെയിൽവേ ട്രാക്കിൽ ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടു. ഇന്നലെ രാത്രി 11-ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഗേറ്റിലായിരുന്നു സംഭവം. കാർ യാത്രക്കാരൻ തയ്യലിൽ നിന്നും അഞ്ചരക്കണ്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഗേറ്റ് കടന്ന് മുന്നോട്ട് റോഡിലേക്ക് എടുക്കുന്നതിന് പകരം ഇടത്തോട്ട് ട്രാക്കിലേക്ക് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. നാട്ടുകാർ ചേർന്ന് ഉടൻ കാർ ട്രാക്കിൽ നിന്നും മാറ്റി. ഗേറ്റിൽ സിഗ്നൽ തകരാർ നേരിടാതിരുന്നതിനാൽ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ രാജധാനി എക്സ്പ്രസ് ഇതുവഴി കടന്നുപോയി. സിറ്റി പോലീസ് സ്ഥലത്തെത്തി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ഈ സാക്ഷരതാ സദസ്സ് സംഘടിപ്പിച്ചു. മാറാം കാലത്തിനൊപ്പം എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ച സാക്ഷരതാ സദസ്സ് KRDSA സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് ഡിമാൻഡ് പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഡിമാൻഡ് ആവില്ല. ഇന്നിപ്പോ ഡിമാൻഡ് ബേസിക് ടാക്സിന്റെ ഡിമാൻഡ് പൂർത്തീകരിക്കപ്പെടാത്തത് നമ്മുടെ ഏതെങ്കിലും മീറ്റിംഗുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ? മുമ്പ് അതല്ല. ഇപ്പൊ നമ്മൾ RR അല്ലെ, വിദ്യാഭ്യാസത്തിനവർക്കറിയാം, RRന്റെ ഡിമാൻഡ് പൂർത്തീകരിക്കാത്തതിനെ പറ്റി ചർച്ചയുണ്ടാവും. ബേസിക് ടാക്സിന്റെ ഡിമാൻഡ് പൂർത്തീകരിക്കാത്തതിനെ പറ്റി ചർച്ചയുണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ബേസിക് ടാക്സ് എടുക്കാൻ തയ്യാറാണ്. അത് വലിയൊരു മാറ്റമാണ്. ആ മാറ്റം വരുന്നത് മനുഷ്യൻ സ്വമേധയാ എല്ലാ നീതിയും സർക്കാരിന് കൊടുക്കാനുള്ളത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നതുകൊണ്ടല്ല, മറിച്ച് ജില്ലാ ഓഫീസുകളെ കൊണ്ടുള്ള, റവന്യൂ ഓഫീസുകളെ കൊണ്ടുള്ള അവരുടെ ആവശ്യം അത്ര കണ്ട് കൂടിയതുകൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് ബിനീഷ് കുമാർ V അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷൈജു CT സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൌൺസിലർ സംസ്ഥാന കമ്മിറ്റി അംഗം രവീന്ദ്രൻ KV, KRDSA സംസ്ഥാന കമ്മിറ്റി അംഗം ഷലീഷ് PP, ബീന കൊരട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന റവന്യൂ വകുപ്പിന്റെ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ റവന്യൂ സാക്ഷരത ഉണ്ടാക്കാനായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് 2 വർഷം പൂർത്തിയാകുമ്പോൾ 1,23,000 പേർ കൂടി ഭൂമിയുടെ അവകാശികളായി മാറിയതായും ഭാരവാഹികൾ അറിയിച്ചു. ഇനി വാണിജ്യം. ചാലോട് മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിൽ മാൻഡറിൻ സ്കൈ ബിസിനസ് ക്ലാസ് ഹോട്ടൽ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 4-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ ഹോട്ടലിൽ 35 റൂമുകളും ഫ്യൂഷൻ റെസ്റ്റോറന്റും ഒരുക്കിയിട്ടുണ്ട്. 35 റൂമുകളോട് കൂടിയ ഹോട്ടലിൽ സ്യൂട്ട് റൂം, മിനി സ്യൂട്ട് റൂം, എക്സിക്യൂട്ടീവ് റൂം, ഡിലക്സ് റൂം എന്നിങ്ങനെ 4 കാറ്റഗറിയിൽ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. മൾട്ടി ഫ്യൂഷൻ റെസ്റ്റോറന്റാണ് സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ മഹനീയമായൊരു കലവറ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഹോട്ടലിന്റെ മറ്റൊരു സവിശേഷത. സ്വിമ്മിംഗ് പൂൾ, ബോർഡ് റൂം, 200 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാം മാൻഡറിൻ സ്കൈയിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി മാൻഡറിൻ സ്കൈന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക. പല നിലയിലും ഈ സ്ഥാപനത്തിന് പ്രത്യേകതയുണ്ട്. ഒന്ന്, എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. 2, ടൂറിസം വലിയ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ടൂറിസ്റ്റുകൾ വരുന്നതിന് ഒരു പ്രധാന തടസ്സമായി പൊതുവെ കണ്ടിട്ടുള്ളത് താമസിക്കുവാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും താമസിക്കാവുന്ന കേന്ദ്രങ്ങൾ ഈ മലബാർ പ്രദേശത്ത് ഒരുക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് സർക്കാർ. 4 സുഹൃത്തുക്കൾ ചേർന്ന് നല്ല ഒരു ബിസിനസ് സംരംഭത്തിന് നമ്മുടെ മട്ടന്നൂരിൽ, ഇവിടെ ചാലോടിൽ തുടക്കം കുറിക്കുകയാണ്. സ്കൈ ഗ്രൂപ്പിന്റെ 6ാമത്തെ സംരംഭമാണിത്. KK പ്രദീപ്, TP വാസുദേവൻ, CK സദാനന്ദൻ, NT സതീഷ് എന്നിവരാണ് മാൻഡറിൻ സ്കൈയുടെ സാരഥികൾ. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,570 രൂപ, പവന് 44,560 രൂപ, വെള്ളി 82 രൂപ. അറിയിപ്പ്. താൽക്കാലിക പ്രവേശന പട്ടിക. IT പ്രവേശനത്തിനുള്ള താൽക്കാലിക പ്രവേശന പട്ടിക കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 22-ന് മുമ്പായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ കൗൺസിലിൽ എത്തി പട്ടിക പരിശോധിക്കണം.
സീറ്റ് ഒഴിവ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത 3 വർഷത്തെ തൊഴിലധിഷ്ഠിത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസിൽ സയൻസ് കോഴ്സിൽ ഒഴിവുണ്ട്. യോഗ്യത +2. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ ഹാജരാവണം. ഫോൺ നമ്പർ 9567463159 049023533600. കണ്ണൂർ ഒണ്ടേൻ റോഡിലെ ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷത്തെ ബേക്കറി ആൻഡ് കൺഫെഷണറി, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത +2. താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാവുക. ഫോൺ നമ്പർ 0497270690. ശിശുക്ഷേമ സമിതി ആദ്യമായി ഏർപ്പെടുത്തിയ ശിശുക്ഷേമം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാരിന്റെ അതിദരിദ്ര വിഭാഗം പട്ടികയിൽപ്പെട്ടവർക്കും ഗോത്ര ആദിവാസി വിഭാഗത്തിലുള്ളവർക്കുമാണ് സേവനം ലഭിക്കുക. ഈ വർഷം SSLC പാസ്സായി ഉപരിപഠനത്തിന് ചേർന്നവർക്ക് അപേക്ഷിക്കാം. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷയോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ ഉൾക്കൊള്ളിക്കണം. ആദിവാസ ഗോത്ര മേഖലയിൽ താമസിക്കുന്നവർ ജില്ലാ ട്രൈബൽ ഓഫീസറുടെ സാക്ഷ്യപത്രം, SSLC സർട്ടിഫിക്കറ്റ് പകർപ്പ്, പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവ സഹിതമുള്ള അപേക്ഷ ഇമെയിലായോ നേരിട്ടോ ജൂലൈ 30-നകം സമർപ്പിക്കണം. വിലാസം: KM റസിൽ രാജ്, സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതി, റസിൽ നിവാസ്, PO മുണ്ടേരി. സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിമുക്ത ഭടന്മാരുടെ 25 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരും തൊഴിൽ രഹിതരുമായ കുട്ടികൾക്കുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് 6 മാസത്തിൽ കുറയാത്ത കാലയളവിൽ പങ്കെടുക്കുകയും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതുകയും ചെയ്ത വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് അപേക്ഷിക്കാം. വരുമാന പരിധി ഇല്ല. എൻട്രൻസ് പരീക്ഷാ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, കോച്ചിംഗ് നടത്തുന്ന സ്ഥാപന മേധാവിയുടെ പരീക്ഷാ കാലയളവ് സൂചിപ്പിക്കുന്ന സാക്ഷ്യപത്രം, ഫീസ് അടച്ചതിന്റെ അസൽ രസീത്, ഡിസ്ചാർജ് ബുക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, SSLC +2 മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഉള്ളടക്കം ചെയ്യണം. ഓഗസ്റ്റ് 16-നകം അപേക്ഷ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497270069. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിട. ജനഹൃദയനെ അവസാനമായൊരു നോക്ക് കാണാൻ 10,000. ഔദ്യോഗിക ബഹുമതികൾ ഒന്നുമില്ലാതെ മടക്കം. ഇനി കുഞ്ഞുഞ്ഞ് ജനഹൃദയങ്ങളിൽ ജീവിക്കും. ഉമ്മൻചാണ്ടിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച് നടൻ വിനായകൻ. അസഭ്യവാക്കുകളോടെ ലൈവിൽ താരത്തിന്റെ പ്രകടനം. ആഞ്ഞടിച്ച് കേരള ജനത. ആറളത്ത് പൂത്തുലഞ്ഞ് ചെണ്ടുമല്ലിപ്പാടം. ഇത് തൊഴിലുറപ്പിന്റെ വിജയഗാഥ. ഓണത്തിന് കേരളക്കരയ്ക്ക് സ്വന്തം പൂക്കളം. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.